നോക്കാം കാർഡുകൾ എന്താണ്. 2 of Pentacles, Knight of Cups, King of Wands, വേൾഡ് കാർഡാണ്. Ace of Cups, Temperance, ബോട്ടം ഡെക്ക് 4 of Swords ആണ്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 2 of Pentacles, Knight of Cups, King of Wands, വേൾഡ് കാർഡാണ്. Ace of Cups, Temperance, 4 of Swords ആണ് ബോട്ടം എനർജിയെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 2 of Pentacles പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഒന്നിലധികം ചോയ്സിൽ നിങ്ങളിങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു ഇതിൽ പെട്ടുകൊണ്ട് എങ്ങനെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, 2 കാര്യങ്ങൾ, അതായത് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അതിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നതാണ് ഇവിടെ കാണുന്നത്. അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ. നിങ്ങൾക്ക് പല കാര്യത്തിലും ഏതിലാണ് ഞാൻ മുന്നോട്ടേക്ക് പോകേണ്ടത്, 2നെയും എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിളിങ് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പലർക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ ഒരു മുന്നോട്ടേക്കുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതായിട്ടും, അതിൽ നിങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് കാണാം ഒരു കടലിൽ, അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ബോട്ടിനെയാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് തരം കൺഫ്യൂഷൻസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ആ ഒരു കൺഫ്യൂഷനിൽ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന്, എങ്ങനെ ഇത് ബാലൻസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇത് ഒരു ലൂപ്പ് പോലെ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ആ ഒരു അവസ്ഥയെ, അതിൽ ഏതിനോടാണ് നിങ്ങൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ 2നെയും എനിക്ക് ഒന്നുകിൽ 2നെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ഏതിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അത് ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സമയം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒന്നിലധികം പ്രയോറിറ്റീസ് നൽകുന്നതുകൊണ്ട്, ഒന്നിലധികം കാര്യങ്ങൾക്ക് പ്രയോറിറ്റീസ് നൽകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു തീരുമാനങ്ങളിലായാലും ഒന്നിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു, നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇതിൽ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തിട്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ 2 of Pentaclesൻ്റെ ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഡിസിഷൻ ഇല്ലാത്തത് കാരണം പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എന്നുള്ളത് കൂടിയാണ്. ആ ഒരു ബാലൻസിങ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു അവസ്ഥ കൂടി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം വരുമ്പോൾ ഇത് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, അത് ഉള്ള ബാലൻസ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ധനത്തിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിലായാലും ഏത് കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഏതിലും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ മടിയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തുകൊണ്ട് പറയാം, ഐ ആം വർക്കിംഗ് വിത്ത് കംപ്ലീറ്റ് ബാലൻസ് ആൻഡ് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. എന്നിട്ട് 2നെയും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇല്ലെങ്കിൽ ഒന്നിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുക. എങ്കിലാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയാലാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് 2 of Pentaclesൻ്റെ എനർജി. അടുത്തത് Knight of Cups ആണ്. നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ Knight of Cupsൻ്റെ എനർജി പറയുന്നത്. അതുപോലെ നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തി ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകുന്നു, പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്നുള്ളത് കൂടിയാണ്. പക്ഷേ വരണമെന്നുണ്ടെങ്കിലും ആ വ്യക്തി ചിലപ്പോൾ അത് പ്രകടിപ്പിക്കുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്കൊരു ഓഫർ തന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടിയാണ്
എന്തായാലും ഒരു പ്രപ്പോസലാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു റൊമാൻസ് ഒക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ചിലർക്കൊക്കെ ഒരു ഒരു വ്യക്തി, അതായത് നിങ്ങളുമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കാം, ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുമായിട്ട് പരിചയം ഉണ്ടാവും, എങ്കിലും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നിങ്ങളിലേക്കൊരു വ്യക്തി സംസാരിച്ചുകൊണ്ട് ഒരു ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു. പല കാര്യങ്ങളും സംസാരിക്കുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ്. ചിലർക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് എന്ന രീതിയിൽ എത്തുന്നതുമായിരിക്കാം. ഓക്കെ, ഇതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, പല ഐഡിയാസും നിങ്ങൾക്കിന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഒക്കെ. ഓക്കെ, കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് എടുത്തത്. അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം പാഷനേറ്റ് ആയിരിക്കും, എങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിൽ അച്ചീവ് ചെയ്തിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഒരു ലീഡറാണ്, നിങ്ങൾക്ക് അതിലൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഇതിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ് അതിൽ സക്സസ്ഫുൾ ആയിട്ട്. അതാണ് ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിക്ക് പറയാനുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്ന് അതിൻ്റെ മറ്റൊരു വേർഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും അതിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, മറ്റുള്ളവരെ നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും, ഡിസിഷൻ എടുത്തുകൊണ്ട് അവരെ നയിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങളിന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടി ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു ദീർഘവീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ എന്ത് ചാലഞ്ച് വന്നു കഴിഞ്ഞാലും ഇന്ന് ഓവർകം ചെയ്യും എന്നുള്ളത് കൂടിയാണ്. പിന്നെ തീരുമാനങ്ങളൊക്കെ വളരെയധികം മെച്യൂർഡായിട്ട് നിങ്ങൾ എടുക്കുന്നു. അത് ഫിനാൻഷ്യലി ആയാലും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു തീരുമാനങ്ങളുണ്ട്, ഒരു മെച്യൂർഡായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു, വളരെയധികം കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങളിലേക്ക് പലരും ഇന്ന് ഉപദേശങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. നിങ്ങൾ ഒരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു അഡ്വൈസിനായിട്ട് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ എന്നുള്ളതും കൂടിയാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്കിന്ന് ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ദേഷ്യമൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലൊരു എനർജി ഉണ്ടാവും. പക്ഷേ എങ്കിലും നിങ്ങളത് ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി കാണുന്നതെന്ന്. നിങ്ങൾ കുറച്ച് ആ ഒരു ഉള്ളിലൊരു ഇതുണ്ടെങ്കിലും നിങ്ങൾ കാം ആൻഡ് ക്വയറ്റായിട്ട് എല്ലാവരോടും പെരുമാറുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. എന്ന് ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ വളരെ നല്ലൊരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് കിങ് ഓഫ് വാൺസിൻ്റെ എനർജി. അടുത്തത് വേൾഡ് കാർഡാണ്. അപ്പോൾ കുറേ വ്യക്തികൾക്കൊക്കെ ഇവിടെ ഒരു കംപ്ലീഷനാണ് വരുന്നത്, ഒരു അക്കംപ്ലിഷ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ്. ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നു. ചിലർക്കൊക്കെ ഒരു ട്രാവൽ വരുന്നു എന്നുള്ളത് കൂടിയാണ്. ഓവർസീസ് ആയിട്ടുള്ള യാത്ര, കടൽ കടന്നൊരു യാത്ര നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. ചിലർക്കൊക്കെ സെലിബ്രേഷൻ്റെ ഒരു കാർഡാണ്, ഒരു മാരേജിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം, സെലിബ്രേഷൻ അതിൽ പങ്കെടുക്കാനുള്ള ഇതാണ്. ചിലരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ, ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തുന്നതുമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ സ്വപ്നം കണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇന്ന് നിങ്ങൾ പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ വേൾഡ് കാർഡിൻ്റെ എനർജി പറയുന്നത്. പിന്നെ സ്പിരിച്വലി ഉള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഒരു കർമ്മ റിലീസിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ചിലർക്ക് വല്ലാതെ ഒരു വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, അതൊരു കർമ്മ റിലീസിങ് ആണ്. അതായത് എന്തെന്നില്ലാത്ത, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്താണ് ഒരു വിഷമം എന്നുള്ളിൽ എന്നുള്ളത്, അത് റിലീസ് ചെയ്ത് പോകുന്നതാണ്. ആ ഒരു കർമ്മയൊക്കെ നിങ്ങളിൽ ഒരു കംപ്ലീഷനായിട്ട് അത് റിലീസ് ചെയ്യുന്ന പോകുന്നതുകൊണ്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നിങ്ങളിലേക്ക് അറിയാതെ എന്തൊക്കെയോ ചിന്തിച്ചിട്ടുള്ള വിഷമങ്ങൾ, പല കാര്യങ്ങൾ ഓർക്കുന്നതായിട്ടുള്ളൊരു ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മറ്റു ചിലർക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഞാൻ പറഞ്ഞു, അതിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളാവുകയും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും നിങ്ങൾ എല്ലാവരുടെയും
ശ്രദ്ധ പിടിച്ചു വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. നല്ല രീതിയിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പോകുന്നു, ആഘോഷത്തിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള എനർജിയാണ്. ചിലർക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഫീൽ ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ടാവും, എന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലൊരു ഫീല് തോന്നുന്നുണ്ടാവും, എന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്, ഒരു സർവേലൻസിലാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് ഈ ഒരു വേൾഡ് കാർഡിൻ്റെ എനർജി ഉള്ളതുകൊണ്ടാണ്. ഒരു കർമ്മ റിലീസിംഗ് ആണ്. മുമ്പ് നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയവരോ കാർമ്മികമായിട്ടുള്ള വ്യക്തികളോ നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ, ആ ഒരു കർമ്മ റിലീസിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത അവരിലേക്ക് വരുന്നതോ ഉള്ള ഒരു എനർജി കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആവുന്നത്. ആരോ വാച്ച് ചെയ്യുന്ന തരത്തിലൊരു എനർജി നിങ്ങൾക്കും ഉള്ളിൽ തോന്നുന്നുണ്ടാവും. ഓക്കെ, അതാണ് വേൾഡ് കാർഡ് ഇവിടെ പറയുന്നത്. ഓക്കെ, വളരെ നല്ലൊരു എനർജിയാണ് ചിലർക്ക്. അതായത് പഠന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾ പുറത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഡിവൈനായിട്ട് നിങ്ങളിലേക്ക് ഒരു ലവ് കൊണ്ടുതരുന്നു എന്നുള്ളത് കൂടിയാണ്. അതുപോലെ ഒരു ക്രിയേറ്റീവ് ഐഡിയ നിങ്ങളിലേക്ക് വരുന്നു, പുതിയൊരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. ചിലർക്കൊക്കെ സ്പിരിച്വലി നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും കൂടിയാണ്. അതിനൊരു അവസരം നിങ്ങൾക്ക് ഡിവൈൻ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ചിലർക്കൊക്കെ ഇൻഡ്യൂഷൻസ് ഒക്കെ തോന്നുന്നുണ്ടാവും. ഇന്നത്തെ ദിവസം വളരെയധികം ഇൻഡ്യൂട്ടീവ് ആയിരിക്കും നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലർ ചിലപ്പോൾ ടാരോ ആയിരിക്കാം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കോഴ്സിന് ചേരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ടാരോ, റേക്കി അങ്ങനെയുള്ള സ്പിരിച്വലി ആയിട്ട് നിങ്ങൾ പോകുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് പഠിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രപ്പോസൽ, മാരേജോ ഒക്കെ റെഡിയാവുന്നതോ, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വ്യക്തി, ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നതോ ആയിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ചിലർക്കൊക്കെ ഒരു കുട്ടി വരുന്നു എന്നുള്ളതും കൂടിയാണ്. ഒരു ന്യൂ ബേബി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു പ്രഗ്നൻസി റിവീൽ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് ഈ ഒരു കപ്പ് തരുന്നത്, ഡിവൈനായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കപ്പ് തരുന്നത് നിങ്ങൾക്ക് എന്താണോ ഇതിൽ വേണ്ടത് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റൊമാൻസ് ആണോ, അല്ല ഇനി പാഷനാണോ, ധനമാണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ഇനി ഹെൽത്താണോ, അത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്കിതിൽ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കപ്പ് നിങ്ങളിലേക്ക് നീട്ടിക്കൊണ്ട് ഡിവൈൻ തരുന്നത്. ഓക്കെ, അതിന് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്, ആ ഒരു തുടക്കമാണ് നിങ്ങളിലേക്ക് ഡിവൈൻ കൊണ്ടുതരുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇതൊരു തുടക്കമാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരിക. ആ ഒരു കടമ്പകളൊക്കെ കടന്ന് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നോട്ടേക്ക് ഓവർകം ചെയ്ത് പോയാൽ മാത്രമാണ് നിങ്ങൾ സക്സസ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. പക്ഷേ ആ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ നേടിയിട്ടുള്ള ഒരു സക്സസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റെബിലിറ്റിയോടുകൂടിയുള്ള സക്സസ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അതിലേക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എത്തേണ്ടതുണ്ട്, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തേണ്ടതുണ്ട്, കംപ്ലീഷനിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അടുത്ത ടെമ്പറൻസ് കാർഡാണ്. ഇപ്പോൾ ടെമ്പറൻസ് പറയുന്നത് ഇവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു സ്പീഡിൽ ആണ് പോകുന്നതെങ്കിൽ അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് മന്ദഗതിയിലാക്കാനാണ് പറയുന്നത്. ഒരു ബാലൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. എല്ലാത്തിനെയും ഒരു ബാലൻസ്, ക്ഷമയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഇവിടെ 4 ഓഫ് സോർഡ്സും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെല്ലാം ഒരു സ്പീഡി ആയിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അത് ബാലൻസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ടുള്ള ആ ഒരു ബാലൻസിൻ്റെ ആ ഒരു ലോ അവിടെ തെറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ദൂരെ ത്തുള്ളവർ ഒക്കെ ആണെങ്കിലും നിങ്ങൾ വളരെയധികം സ്നേഹമായിട്ട് പെരുമാറുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഹെൽത്ത് വൈസ് ഒക്കെ നിങ്ങൾ വളരെയധികം ഓക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ മാരേജൊക്കെ നോക്കുന്ന വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിലൊരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മീനിങ്, ഇതുവരെ നിങ്ങൾക്കൊരു അർത്ഥം തോന്നുന്നില്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു. ഒരു ക്ഷമ,
എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട സമയം കൂടിയാണിപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഡ്യൂഷനൊക്കെ തോന്നാനുള്ള ഒരു ഇത് കൂടെ ഇവിടെ പറയുന്നത്, ഒരു ഇൻഡ്യൂഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ബാലൻസ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ എന്നുള്ളതാണ് ടെമ്പറൻസ് കാർഡ് പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കുക, നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണോ പോകുന്നത്? കാരണം ഇവിടെയും ഒരു ബാലൻസ് പറയുന്നുണ്ട്, ഇവിടെയും ബാലൻസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ആ ഒരു ഇതിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്തത്, ആ കാര്യത്തിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അത് നിങ്ങൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക. നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് എവിടെയാണ് ബാലൻസ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തീരുമാനിക്കുക. എങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്താണ് ആ ഒരു ബാലൻസിലേക്ക് എത്തിക്കാനായിട്ട് വീണ്ടും നിങ്ങൾക്ക് എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ലൈഫിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരിക. സ്ലോ ചെയ്യേണ്ടടുത്ത സ്ലോ ചെയ്യുക, പൗസ് ചെയ്യേണ്ടടുത്ത പൗസ് ചെയ്യുക. ഓക്കെ, അടുത്തത് 4 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിന്ന് ഒരു റെസ്റ്റ് ചെയ്യുന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ ഒരു പൗസാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആ ഒരു പൗസിലേക്ക് എത്തുന്നു. നിങ്ങളൊന്ന് അതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ എന്തായിരിക്കും വളരെയധികം വിഷമിച്ച് ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്താണ് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ പലരും ഇന്ന് ഒരു റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പുറം വേദന, നടുവേദന, കാലുവേദനയൊക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. കുറച്ച് നേരമെങ്കിലും നിങ്ങൾ കിടക്കുന്നു. പിന്നെ ചിലരോടൊക്കെ റെസ്റ്റ് എടുക്കാനും പറയുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ചിലപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു ശക്തിയിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ്. ചിലരോടൊക്കെ സറണ്ടർ ചെയ്യാൻ പറയുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സറണ്ടർ ചെയ്യാതെ പ്രശ്നങ്ങൾ മനസ്സിൽ ഇതാക്കി നിൽക്കുന്നവർ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിൽ എല്ലാ പ്രശ്നങ്ങളും സറണ്ടർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എന്താണോ മുന്നോട്ടേക്കുള്ള വഴി അത് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടി പറയുക. എങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു കർമ്മ അതിൽ നിന്നും നിങ്ങൾക്ക് റിലീസായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. എന്തായാലും നിങ്ങളിലേക്കൊരു അതിനുശേഷമാണ് നിങ്ങൾക്കൊരു റിന്യൂവൽ വരുന്നത് എന്നുള്ളതും കൂടിയാണ്. ചിലരൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചിലർക്ക് എന്താണ് ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. ചിലർക്കൊക്കെ ഒരു മരണ വാർത്തയൊക്കെ കേൾക്കാനുള്ള ഒരു ഇത് കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അതാണ് 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി. ഓക്കെ, അപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ളവരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാം ഇന്നത്തെ ദിവസം. അതുപോലെ കഴിഞ്ഞ റീഡിങ്ങിൽ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അത് എനിക്കുള്ള റീഡിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. പർച്ചേസ് ചെയ്യാൻ പോയി കുറേ കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടി എനിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ എന്നോട് ചോദിക്കാറുണ്ട് അബണ്ടൻസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പണം കിട്ടാറുണ്ടോ? എനിക്ക് കിട്ടാറുണ്ട്. കിട്ടുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, കോടികൾ എന്നല്ല പറയുന്നത്. നമ്മൾക്ക് പണം എന്നുള്ളത് നമ്മളിലേക്ക് എത്തുമ്പോൾ അതൊരു അബണ്ടൻസ് തന്നെയാണ്. ചിലപ്പോൾ കുറി ലഭിക്കുന്നതോ ചിട്ടി ലഭിക്കുന്ന തരത്തിലുള്ള എനർജിയൊക്കെയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ കോടീശ്വരനാവുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്രതീക്ഷിതമായിട്ടൊരു പണം നിങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമല്ലേ. പിന്നെ പണത്തിൻ്റെ ഇത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പണത്തിൻ്റെ സർക്കുലേഷനാണ് നമ്മൾ നടക്കേണ്ടത്. പണത്തിൻ്റെ ബ്ലോക്കേജാണ് മാറേണ്ടത്. അപ്പോൾ പണത്തിൻ്റെ ബ്ലോക്കേജ് എവിടെയാണോ വരുന്നത് അവിടെ നിങ്ങൾ സ്റ്റക്കാണ്. അപ്പോൾ അത് മാറി എല്ലാ ദിവസത്തെ കാര്യങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെലവഴിക്കാൻ നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ്. അവിടെ സർക്കുലേഷനാണ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ പണം നിങ്ങളിലേക്ക് വരുന്നതിന് നന്ദി പറയുക. നിങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അതിനെ ലോക്ക് ചെയ്തിട്ട് വിടുക. അതിൻ്റെ സർക്കുലേഷൻ അവിടെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ
അപ്പോൾ അങ്ങനെയാണ് പണത്തിൻ്റെ എനർജിയുമായിട്ട് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സക്സസ് ഒക്കെ ഉണ്ട്, യാത്രയുണ്ട്, ഇതൊക്കെയുണ്ട്, പുതിയൊരു തുടക്കമുണ്ട്. അപ്പോൾ അതുപോലെ ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, ബാലൻസ് കൊണ്ടുവരിക. ഓക്കെ, ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇന്ന് ഞാനൊരു സ്ലോ ഡൗൺ ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ റീഡിങ്ങിൽ. അപ്പോൾ ടെമ്പറൻസ് ഉണ്ടതുകൊണ്ടാണ് ഞാനും ഒന്ന് സ്ലോ ഡൗൺ ആക്കിയത്. ഞാനിനി സ്പീഡ് പോകണ്ട, കുറച്ചൊന്ന് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. യെസ്, സക്സസ് ആണ് ഇവിടെ വരുന്നത്. ഇതും ഒരു വേൾഡ് കാർഡും ഒരു സക്സസിൻ്റെ കാർഡ് തന്നെയാണ്. സെയിം ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നതും സക്സസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിലേക്കൊരു സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കാർഡ് കാണുന്നില്ലേ? സക്സസ്, പീസ്ഫുൾ റെസൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ഡിസഗ്രി ചെയ്ത് നിൽക്കുന്നവർ, നിങ്ങളുമായിട്ട് പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്നവരൊക്കെ നിങ്ങളിലേക്ക് ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പീസ്ഫുള്ളായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, കാർഡ് ഇങ്ങനെ നോക്കാം. അടുത്ത കാർഡ് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബി അസേർട്ടീവ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആർക്ക് വേണ്ടിയും ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണോ നിങ്ങളതാവുക. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാറുമോ ഒന്നും വേണ്ട. അസേർട്ടീവായിട്ട് പെരുമാറുക. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസോടുകൂടിയും സെൽഫ് കോൺഫിഡൻസോടുകൂടിയും കറേജോടുകൂടിയും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. അതാണ് ബി അസേർട്ടീവ്. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. Pay attention to red flags. The signs are cautioning you. Okay, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റെഡ് ഫ്ലാഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൈൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറ്റിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ട്രീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നും കൂടിയാണ്. പിന്നെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുള്ള കപ്പിൾസ് ആണെങ്കിൽ കൗൺസിലിംഗ് വേണമെങ്കിൽ നിങ്ങൾ എടുക്കണം എന്നുള്ളത് കൂടിയാണ് ഈ റെഡ് ഫ്ലാഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്നുള്ളത് മനസ്സിൽ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഇതാണ് പേ അറ്റൻഷൻ ടു റെഡ് ഫ്ലാഗ്സ്. ഡിസെപ്ഷൻ. യെസ്, സംവൺ ഈസ് വിയറിങ് എ ഫാൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ എവിടെയും അത് തന്നെയാണ് പറയുന്നത്, ഒരു ഡിസെപ്ഷനാണ്. അതായത് ആരോ മാസ്ക് വെച്ചുകൊണ്ടാണ്, റിലേഷൻഷിപ്പിൽ മാസ്ക് വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ റിവീൽ ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി മാസ്ക് വെച്ചുകൊണ്ടാണ് ആ ഒരു റൊമാൻസിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ മാസ്ക് വെക്കേണ്ട ആവശ്യമില്ല. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്, വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചാൻസും കൂടെ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ചിലർക്കൊക്കെ. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുക. കൂടുതൽ നിങ്ങൾ അടുത്ത് ഇടപഴകാനും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. അതെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക, മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വ്യക്തിക്കും അറിയുള്ളൂ. അപ്പോൾ നിങ്ങളത് പരസ്പരം മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
അതിൽ നിന്നൊക്കെ മാറി മുന്നോട്ടേക്ക് പോവുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി പ്രവർത്തിക്കുക. അതുപോലെ എപ്പോഴും ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്നുള്ളത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഗ്രേറ്റ്ഫുള്ളായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.